ഡാനി പോളുണ്ട്. പൾസർ സുനിയുടെ പുറത്തിറങ്ങൽ കോടതിക്ക് മുന്നിൽ. ഡാനി സൂചിപ്പിച്ചതുപോലെ മുമ്പ് പല ഘട്ടങ്ങളിലും ഈ പൾസർ സുനി പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയപ്പോഴൊക്കെ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ അതിനേക്കാൾ ശക്തമായൊരു പശ്ചാത്തലം ഇപ്പോഴുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മലയാള സിനിമയിലെ വിവാദങ്ങളുമൊക്കെ ഏറ്റവും ശക്തമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ ഘട്ടത്തിൽ പൾസർ സുനി ജാമ്യം ലഭിച്ചതുമായി ബന്ധപ്പെട്ട ചില തുറന്നു പറച്ചിലുകൾ ഒരുപക്ഷെ അത് കോടതിയിലേക്ക് പോകുന്ന വഴിക്കോ, കാരണം കോടതിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ജാമ്യ വ്യവസ്ഥ ഒരുപക്ഷെ തടസ്സമായേക്കാം. അതിനു മുമ്പുള്ള ചില തുറന്നു പറച്ചിൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മളൊക്കെ സജ്ജമാണോ അത് കേൾക്കാൻ? സജിത്ത് സൂചിപ്പിച്ചത് വളരെ കൃത്യമാണ്. കാരണം ഇത് കോടതിയിലേക്ക് എത്തുക, വ്യവസ്ഥകളിലേക്ക് എത്തുക എന്നതാണ്. പക്ഷെ അതിനു മുൻപും ഈ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശാനുസരണമാണ് ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതുമാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇയാളുടെ വിളിച്ചു പറയലുകൾ അത് നിർണായകമായിരുന്നു. നമുക്കറിയാം, മറക്കാൻ പറ്റാത്തത് വമ്പൻ സ്രാവുകൾ ഇതിന് പിറകിലുണ്ട് എന്നുള്ള പരാമർശം, അതിനെ തുടർന്നുണ്ടായ അറസ്റ്റുകൾ, ഇതെല്ലാം ഇപ്പോൾ വൈകാതെ ഗേറ്റ് തുറക്കുന്നു എന്ന് തന്നെയാണ്. പൾസർ സുനിയെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറക്കും. അല്പസമയത്തിനകം പുറത്തേക്ക് പൾസർ സുനി എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വൈകാതെ തന്നെ ഇവിടേക്ക് ഉണ്ടാവും. ഇവിടെ വാഹനങ്ങൾ സജ്ജമാകുന്നു പുറത്തേക്ക് കൊണ്ടുപോകാൻ. എന്തായാലും സജിത്തിന്റെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ അത്തരം ചില പറച്ചിലുകൾക്ക് പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും വിളിച്ചു പറ. പക്ഷേ അതിൽ കർശനമായ വ്യവസ്ഥകളിലേക്ക് കടക്കുന്ന ഒരു കാര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ആ രീതിയിലേക്ക് പോകുമോ എന്നൊരു സംശയമുണ്ട്. കാരണം അത് ഏതെങ്കിലും രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അത് ഇയാളുടെ ജാമ്യ വ്യവസ്ഥകൾ അത് വലിയ വിഷയങ്ങളിലേക്ക് വരും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഇയാളെ സജിത്ത പൾസർ സുനിയെ എന്തെങ്കിലും പറയാനുണ്ടോ സംബന്ധിച്ച്? വിചാരണ വൈകുന്നു പറയാനുണ്ടോ? പറയാനുണ്ടോ? സജിത്ത ജയിലിന്റെ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. കോടതിയിലേക്കാണ് പോകുന്നത്, വിചാരണ കോടതിയിലേക്കാണ് പോകുന്നത്. വാഹനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വളരെ പെട്ടെന്ന് നമ്മളുടെ ഇവിടെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് എത്തുന്നു എന്നതാണ്. വളരെ നിർണായകമായ ദിവസം, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനിർണായകമായ ഒരു ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. ഇത് വൈകാതെ ഇന്ന് കോടതി കേസ് ആദ്യമേ തന്നെ പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഇന്നിപ്പോൾ ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിച്ചുള്ള ഒരു വാദപ്രതിവാദങ്ങൾ, അതിനുശേഷം പൾസർ സുനിക്ക് അനുവദിച്ചിട്ടുള്ള സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ജാമ്യമടക്കമുള്ള കാര്യങ്ങളുടെ നടപടികൾ പൂർത്തിയാക്കിയാൽ അയാൾ ജയിലിന് പുറത്തേക്ക് തന്നെയാണ് ജാമ്യം കിട്ടുന്നു എന്ന് തന്നെ നമുക്ക് കോടതിയിലേക്കടക്കം എത്തേണ്ടതുണ്ട്. സജിത്ത്, പൾസർ സുനി കോടതിയെ ഹാജരാക്കുകയാണ്. ജയിലിൽ നിന്നും, സബ് ജയിലിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ജാമ്യ വ്യവസ്ഥകൾ എന്തായിരിക്കും എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൾസർ സുനി മാധ്യമങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ആവർത്തിച്ചുള്ള ചോദ്യങ്ങളുണ്ട്, ആ ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പൾസർ സുനിയെ എന്തെങ്കിലും പറയാനുണ്ടോ സംബന്ധിച്ച്? വിചാരണ വൈകുന്നു പറയാനുണ്ടോ? യെസ്, പൾസർ സുനി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഡാനി, ഈ വിചാരണ കോടതി എത്ര ദൂരെയാണ് ഈ സബ് ജയിലിൽ നിന്നും? എത്ര ദൂരമുണ്ട് അങ്ങോട്ടേക്ക്? 11:30 കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വേഗത്തിൽ ഇനി കാര്യങ്ങൾ നീങ്ങുമെന്ന് കരുതാം, അല്ലേ? തീർച്ചയായും സഹിത അങ്ങനെ തന്നെയാണ്. കാരണം വൈകാതെ കോടതിയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 5 മിനിറ്റ് മാക്സിമം ആ ഒരു ദൂരമേ അവിടേക്കുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ട്രാഫിക് ഇതിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും വളരെ പെട്ടെന്ന് എത്താവുന്ന ഒരു ദൂരത്തിൽ തന്നെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉള്ളത്. ഹൈക്കോടതി പരിസരത്ത് നിന്ന് വളരെ പെട്ടെന്ന് എത്താവുന്നതേ ഉള്ളൂ. ഇന്ന് പതിവിലും നേരത്തെ തന്നെ, അതായത് കോടതി നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പൾസർ സുനി ഇവിടെ
അവിടേക്ക് എത്തിക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരുന്നത്. അതനുസരിച്ച് തന്നെ അവരവിടേക്ക് കോടതിയിലേക്ക് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അവിടേക്ക് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. കോടതി നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സുനിയെ അവിടേക്ക് തന്നെ കോടതിയിലേക്ക് എത്തിക്കുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതിന്റെ ജാമ്യ വ്യവസ്ഥകൾ സംബന്ധിയായ കാര്യങ്ങളിൽ എന്ത് കാര്യങ്ങളായിരിക്കും പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് തന്നെയാണ് കാരണം സർക്കാർ പലതവണ ഇതിൽ പൾസർ സുനിയുടെ ജാമ്യ വ്യവസ്ഥകൾ എതിർക്കുന്നതിൽ ജാമ്യം അനുവദിക്കുന്നതിൽ വിജയിച്ചിരുന്നു. ജാമ്യം എതിർക്കുന്നതിൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് നിഷേധിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ അത് സുപ്രീം കോടതിയിൽ അത് അവസാന ഘട്ടം അത് പരാജയപ്പെടുകയും എതിർപ്പ് പരാജയപ്പെടുകയും സുപ്രീം കോടതി തന്നെ ഇതിൽ ഇടപെട്ടുകൊണ്ട് തീരുമാനം പറയുകയും ചെയ്തിരിക്കുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ വിചാരണ നടപടികൾ ഇനിയും നീണ്ടുപോകുമെന്ന് കോടതി തന്നെ പറയുന്നു. 261ഓളം സാക്ഷികൾ ഇതിലുണ്ട്. അതുകൊണ്ട് ഈ നടപടികൾ നീണ്ടുപോകാനുള്ള സാധ്യത തന്നെ ഈ കോടതി കാണുകയും ചെയ്യുന്നു. കഴിഞ്ഞ 7 വർഷത്തോളമായി ഇയാൾ വിചാരണ നേരിട്ടുകൊണ്ട് ഇതിൽ ജയിലിലടക്കം കഴിയുന്നു. ഇതിൽ മറ്റെല്ലാ പ്രതികൾക്കും തന്നെയും ജാമ്യം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. തൻ്റെ മാത്രം ജാമ്യമാണ് ഇത്തരം കാര്യത്തിൽ നീണ്ടുപോകുന്നത്. ഇതിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് പലതവണ ഹൈക്കോടതി തള്ളിയെങ്കിലും സുപ്രീം കോടതിയിൽ ആദ്യഘട്ടത്തിൽ തള്ളി. പിന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആണ് പിന്നീട് ഇതിന് പരിഗണന ലഭിക്കുന്നതും സുപ്രീം കോടതി ഇതിന്റെ വിചാരണ നടപടികളടക്കം നീണ്ടുപോകുന്നതും വളരെ ഗൗരവത്തോടുകൂടി സുപ്രീം കോടതി നിരീക്ഷിക്കുകയും ചെയ്തത്. അതുമാത്രവുമല്ല ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇത്രയും ദീർഘകാലം ഏതാണ്ട് 85-100 ദിവസത്തോളം ഇയാൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അന്വേഷണ ഉദ്യോഗസ്ഥന് വിചാരണ നേരിടേണ്ടി വരുന്നു. പ്രതിഭാഗത്ത് നിന്നടക്കം വരുന്നു. അത് വളരെ നിർണായകമായി എന്ന് തന്നെയാണ്. അതിൽ ഉന്നയിച്ചൊരു കാര്യം ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം നടപടികൾ നീണ്ടുപോകുന്നതിനെ സർക്കാർ അഭിഭാഷകൻ പ്രോസിക്യൂഷൻ വിഭാഗം എതിർപ്പ് ഉയർത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതും കോടതി അത് പ്രത്യേകം നിരീക്ഷിക്കുകയും എല്ലാം തന്നെ ചെയ്തു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് പിന്നീട് കോടതി അടുത്ത ദിവസങ്ങളിലേക്ക് ഇത് പരിഗണിക്കുമ്പോൾ ഇയാൾക്ക് വ്യവസ്ഥകളോടെ ഉപാധികളോടെ ജാമ്യം നൽകാം എന്ന് പറയുകയും ചെയ്തത്. ആ വ്യവസ്ഥകൾ എന്താണെന്ന് വിചാരണ കോടതി തീരുമാനിക്കാം. വിചാരണ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാം. പ്രോസിക്യൂഷന് അവിടെ തങ്ങളുടെ ന്യായവാദങ്ങൾ ഉയർത്താം. ഇതിൽ എന്തെല്ലാം വ്യവസ്ഥകൾ വേണം, ഏതെല്ലാം ഉപാധികൾ വെച്ചുകൊണ്ട് വേണം ഇയാൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്, അത് കേസിനെ എത്രമാത്രം ബാധിക്കുന്നു, സ്വാധീനിക്കുന്നു എന്നതെല്ലാം കാര്യങ്ങൾ വിചാരണ കോടതിയിലടക്കം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ എറണാകുളം സബ് ജയിലിൽ നിന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പൾസർ സുനിയെ എത്തിക്കുന്നു എന്നതാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് കോടതിയുടെ നടപടികൾ ഒരു ആരംഭഘട്ടത്തിലേക്ക് വരുന്നത്. അതിനുശേഷം ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി മുൻപാകെ വരുമ്പോഴുള്ള വ്യവസ്ഥകളിലേക്കാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് കേസിനെ ഏത് രീതിയിൽ ബാധിക്കും എന്ന് പ്രോസിക്യൂഷൻ അത് കോടതി മുൻപാകെ വ്യക്തമാക്കുകയും ചെയ്യും. അതിനനുസരിച്ച് ഉപാധികൾ സംബന്ധിയായ കാര്യങ്ങളിൽ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ആ കാര്യങ്ങളിൽ കോടതി തീരുമാനം എടുക്കുന്നതനുസരിച്ചായിരിക്കും പൾസർ സുനിക്ക് ഇന്ന് ഇതിൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ളൊരു നിർദ്ദേശമാണ് വിചാരണ കോടതിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും അതിൽ ഇന്ന് പ്രാരംഭമായി ഇത്തരം അപേക്ഷകളിലടക്കം കോടതി വാദം കേൾക്കും. അതിൽ വ്യവസ്ഥകൾ എന്താണ് എന്നതിൽ അടക്കം തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. സജിത, എന്താണ് ഈ പൾസർ സുനിക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ജാമ്യ വ്യവസ്ഥകൾ എന്തായിരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ ജാമ്യ വ്യവസ്ഥകൾ സംസ്ഥാന സർക്കാരിന് കോടതിയിൽ നിർദ്ദേശിക്കാമെന്ന വ്യവസ്ഥ കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വിചാരണ കോടതിയിൽ നടക്കുന്ന നീക്കങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നടി അക്രമ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിചാരണ നടപടികൾ അനന്തമായി നീണ്ടുപോകുന്നു എന്നതാണ് സുപ്രീം കോടതി കണ്ടെത്തിയ നിരീക്ഷണം. അതുകൊണ്ട് കൂടി തന്നെ വിചാരണ കോടതി നടപടികളെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് എന്ന പശ്ചാത്തലം കൂടിയുണ്ട്. എന്തായാലും നടി അക്രമ കേസും പിന്നീട് മലയാള സിനിമയിലുണ്ടായ വിവാദ വിഷയങ്ങളും ഏറ്റവും ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരസ്യപ്പെടുന്നതും അടക്കമുള്ള വിവാദങ്ങളിലേക്കെല്ലാം വഴിവെച്ചത് ഈ ഒരു സംഭവമാണ്. സ്വാഭാവികമായും ഈ കേസിന്റെ തുടർ നടപടികൾ അത്ര കണ്ട് പ്രധാനപ്പെട്ടതുമാണ്. എന്തായാലും
കോടതിയിലേക്ക് പ്രതിയെ കൊണ്ടുവന്നിരിക്കുന്നു. കോടതിയിലേക്ക് മുഖ്യപ്രതി പൾസർ സുനിയെ കൊണ്ടുവന്നിരിക്കുന്നു. അതിലേക്ക് കൊണ്ടുവരികയാണ്. 11:30-ക്കാണ് കോടതി നടപടികൾ ആരംഭിക്കുന്നത്. പക്ഷേ വളരെ നേരത്തെ തന്നെ പ്രതിയെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിക്കാൻ പൾസർ സുനി തയ്യാറായിട്ടില്ല. മുമ്പ് പലവട്ടവും വിചാരണ വേളകളിൽ കോടതികളിൽ ഹാജരാക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്ന പൾസർ സുനി, പക്ഷേ ഇന്ന് അദ്ദേഹം ആവർത്തിച്ചുള്ള ചോദ്യങ്ങളോട് പൾസർ സുനി പ്രതികരിച്ചിട്ടില്ല. അതാ ദൃശ്യങ്ങൾ കാണുന്നത്. കോടതിയിലേക്ക് പൾസർ സുനിയെ കൊണ്ടുപോവുകയാണ്. ലിഫ്റ്റിൽ അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും ഇന്ന് ഈ നടി അക്രമക്കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമ നീക്കങ്ങൾ കൊച്ചിയിൽ നടക്കുകയാണ്. പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് തുറന്നു പറയുക? ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമോ? അല്ലെങ്കിൽ പൾസർ സുനിക്ക് പിന്നിൽ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ഒരു അവ്യക്തമായി തുടരുകയാണ്. കാരണം സുപ്രീം കോടതിയിലേക്ക് അടക്കം നീളുന്ന ലക്ഷങ്ങൾ ചെലവ് വരുന്ന നിയമ പോരാട്ടത്തിന് പിന്നിൽ പൾസർ സുനിക്ക് പിന്തുണ നൽകുന്ന ആരെ എന്ന ചോദ്യത്തിന് കൂടി വ്യക്തത ഉണ്ടാവേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യത്തിലും വ്യക്തത വരുത്താൻ പൾസർ സുനി തയ്യാറായിട്ടുമില്ല. കോടതി നടപടികൾ ആരംഭിക്കുന്നു എന്നതാണ് ഇനി നടക്കാൻ പോകുന്ന നീക്കം. കോടതി നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, കോടതിയിലേക്ക് പൾസറിനെ എത്തിച്ചിരിക്കുന്നു. 11:30-ക്ക് മുമ്പ് കോടതി നടപടികൾ ആരംഭിക്കുമോ? 11:00-യോടുകൂടിയാണ് കോടതി നടപടികളിലേക്ക് കടക്കുന്നത്. തുടക്കം 11 മണിയോടുകൂടി അതിൻ്റെ ഒരു അസംബ്ലി അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ കോടതി നടപടികളിലേക്ക് കടക്കും. 11:30 മണിയോടുകൂടി ആയിരിക്കും കേസ് പരിഗണനയ്ക്ക് വരിക എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഒരു ആദ്യം ഇത് പരിഗണിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ലിസ്റ്റ് നോക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ആദ്യ ഘട്ടത്തിൽ അത് പരിഗണിക്കപ്പെട്ടേക്കാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷ സമർപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്തതാണ്. അതിൽ എപ്പോഴാണ് അത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും അടക്കം വേണം. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെല്ലാം വാദമുഖങ്ങൾ ഇത് സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഉയർത്തുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച ഹെമ കമ്മിറ്റി അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമയിൽ ഇന്ന് അതിൽ ഏറ്റവും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് തന്നെയാണ് ഈ പൾസർ സുനിക്ക് ഇതിൻ്റെ എല്ലാം തന്നെ കാരണമാകുന്ന മൂലഹേതുവാകുന്ന ഒരു വിഷയത്തിൽ അതിൽ മുഖ്യപ്രതിക്ക് ജാമ്യം കിട്ടിയ അയാൾ പുറത്തേക്ക് വരുന്നത് എന്നത് തന്നെയാണ്. അത് പ്രത്യേകം കാണേണ്ടത് തന്നെയാണ്. ഈ സമയത്ത് അയാൾ പുറത്തിറങ്ങുന്നതിന് അത് വലിയ രീതിയിൽ ഒരു ചർച്ചയ്ക്ക് ഇടയാക്കുന്നതെല്ലാം തന്നെയാണ്. എന്തായാലും അദ്ദേഹം പൾസർ സുനി പുറത്തേക്ക് വരുമ്പോൾ ഈ ജാമ്യ വ്യവസ്ഥകൾ അതിൽ കർശനമാക്കുക, പ്രധാനമായും തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകളിലേക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്നത് അടക്കമുള്ളൊരു കർശന ഉപാധികൾ വയ്ക്കുക എന്നത് തന്നെയാകും. കാരണം അതിൽ മറ്റൊരു ഇളവും അതിൽ വ്യക്തമാക്കാനില്ല. കാരണം ഇതിൽ ഒരു തരത്തിലും ഈ കോടതി നടപടികൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ വിചാരണ നടപടികളടക്കം ഇത് രാജ്യതലത്തിൽ തന്നെ ഇത് ശ്രദ്ധിക്കപ്പെട്ട ഒരു കേസായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട്. വലിയ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിചാരണ നടപടികളടക്കം പുരോഗമിക്കുകയാണ്. പല ഘട്ടത്തിലും സുപ്രീം കോടതിക്ക് ഈ കാര്യത്തിൽ ഇടപെടേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതിൽ തനിക്ക് നീതി ലഭിക്കുന്നില്ല എന്നൊരു ആക്ഷേപം തന്നെയും ഈ നടിയുടെ ഭാഗത്തു നിന്ന് അടക്കം ഉയർന്നു വന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കോടതി വരെയും ചോദിച്ച ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് സുപ്രീം കോടതിയിലടക്കം പോവുകയും പിന്നീട് കോടതി തന്നെ ഒരു ഇടപെടലിൽ ഇതിനൊരു സമയം നിശ്ചയിച്ച് നൽകുകയും വിചാരണ നടപടികൾ കൃത്യമായി കൊണ്ടുപോകണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ചെയ്യുകയും വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെയും കോടതി നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ ആ ഘട്ടത്തിൽ തന്നെയാണ് മുഖ്യപ്രതി ജാമ്യത്തിൽ പുറത്തേക്ക് വരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയും പ്രോസിക്യൂഷൻ വളരെ കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകും. കാരണം ഈ കേസിനെ ഒരു ഘട്ടത്തിലും ബാധിക്കാത്ത രീതിയിൽ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെ യാതൊരു ഘട്ടത്തിലും ഇടപെടാൻ ഇയാൾക്ക് പറ്റാത്ത രീതിയിൽ തന്നെയുള്ള വ്യവസ്ഥകളും ഉപാധികളും ഇതിൽ വേണമെന്ന് അടക്കമുള്ളവർ ഇതിൽ വാദിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാണ്. പിന്നെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു എന്ന ഇയാളുടെ വാദമുഖങ്ങൾ തന്നെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിക്ക് ഇതിൽ ഇടപെടുകയും ഇപ്പോൾ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിചാരണകൾ നീണ്ടുപോകുന്നതിന് ഏതാണ്ട് 261 സാക്ഷികളുള്ള ഒരു കേസാണിത്. അതുകൊണ്ട് ഈ കേസിൽ ഇനി അടക്കമുള്ള ഇനിയും വിസ്താരങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നീണ്ടുപോകാം. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇനിയും വിചാരണ തടവുകാരൻ ഏതാണ്ട് 7 വർഷത്തിലധികം ഈ രീതിയിൽ തന്നെ തുടരുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ
അത്തരം കാര്യങ്ങൾ വിചാരണ അടക്കമുള്ള കാര്യങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യതകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇതിൽ ഇടപെട്ടുകൊണ്ട് ജാമ്യമടക്കം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വ്യവസ്ഥകൾ എന്താണ് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ വിശദമായ രീതിയിൽ തന്നെ അവർ നിലപാട് വ്യക്തമാക്കും. ഇതിൽ എങ്ങനെയാണ് ഇയാൾക്ക് ഈ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ അന്വേഷണത്തെ ബാധിക്കാത്ത രീതിയിലടക്കം ഇതിൽ ഇയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയുക എന്ന് തന്നെയാണ്. അതിൽ എന്ത് ഉപാധികൾ നിശ്ചയിക്കുന്നു, എന്ത് വ്യവസ്ഥകൾ വെക്കുന്നു എന്നത് തന്നെയാണ്. കാരണം നമുക്കറിയാം ഈ കാലം ഇത്രയും തന്നെയും പല ഘട്ടങ്ങളിലായി പല രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ കാര്യങ്ങളെല്ലാം ഈ പല സാക്ഷികൾ തന്നെയും പലരും തന്നെ കൂറുമാറിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം നമുക്കറിയാം. പല സാക്ഷികളും തന്നെ കൂറുമാറുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. പലരും പറഞ്ഞത് പിന്നീട് കോടതികളിലേക്ക് എത്തുമ്പോൾ തിരുത്തുന്ന ഒരവസ്ഥയിലേക്ക് അടക്കം പോകുന്നതുണ്ട്. അങ്ങനെ ഇത് അട്ടിമറിക്കപ്പെടുന്നു എന്ന ചോദ്യങ്ങളെല്ലാം തന്നെ പല സന്ദർഭങ്ങളിലും ഉയർന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ആര് നിയന്ത്രിക്കുന്നു? അങ്ങനെ ചോദ്യങ്ങൾ ഉയരുന്നു. ഇത്തരം സാഹചര്യങ്ങളുണ്ട്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വിശേഷയാത്രം സാഹചര്യങ്ങളെല്ലാം തന്നെ ഉയർന്നിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിൻ്റെ പൊതു മനസ്സിൽ ഉയർന്ന ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഈ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു. പലരും പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് മാറ്റിപ്പറയുന്നൊരവസ്ഥയിലേക്ക് അടക്കം എത്തുന്നു. അപ്പോൾ ആരാണ് ഇവരെല്ലാം സ്വാധീനിക്കപ്പെടുന്നതെന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പൾസർ സുനി തന്നെയും പല ഘട്ടത്തിലും നമ്മൾ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൈക്ക് നീട്ടുന്നു. പക്ഷെ മുൻപ് എല്ലാം തന്നെ ഏതെങ്കിലും ഒരു ചെറുവാചകം പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. സഹിത്ത് സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും പറഞ്ഞു പോകുന്ന അത്തരം ഒരു വാചകമായിരുന്നു അന്ന് വമ്പൻ സ്രാവുകൾ ഇതിന് പിറകിലുണ്ടായിരുന്നു. പിന്നീട് അത് ഉയർത്തിയ ഒരു തരംഗങ്ങൾ അത് ചെറുതായിരുന്നില്ല. പലപ്പോഴും അത് ആര് എന്നുള്ള രീതിയിൽ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അന്വേഷണങ്ങൾ വന്നിരുന്നു. പിന്നീട് അറസ്റ്റിലേക്കടക്കം നീളുകയും ചെയ്യുന്നൊരു സാഹചര്യം, കൂടുതൽ പേരുടെ അടക്കം അറസ്റ്റിലേക്കടക്കം നീളുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ എല്ലാം തന്നെ പോയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇയാൾക്ക് ഇനി എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് മുന്നിലാകുമോ, അത് ആ രീതിയിൽ പറയുമോ എന്നതടക്കമുള്ളൊരു സംശയങ്ങൾ എല്ലാവർക്കും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്നത് തന്നെയാകും പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ഉപാധികൾ എന്ത് എന്നത് അല്പസമയത്തിനകം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അല്പസമയത്തിനകം ആ കേസ് പരിഗണിക്കുന്നു. അതിൻ്റെ ഘട്ടത്തിലേക്കെല്ലാം തന്നെ തുടങ്ങും. സജിത്ത്. യെസ്, എന്തായാലും ഈ കേസ് ഉടൻ പരിഗണിക്കുകയാണ് കോടതി. അതിന്റെ നിയമ നടപടികൾ തുടക്കമാവുകയാണ്. ജാമ്യവ്യവസ്ഥകൾ കടുപ്പിക്കുമോ സംസ്ഥാന സർക്കാർ കോടതിയിൽ എടുക്കുന്ന നിലപാട്, ഇതിലൊക്കെ വ്യക്തത അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. ഒരു വേഗത്തിലൊരു ഇടവേളയാണ്. നമുക്ക് മടങ്ങി വരാം ഈ വാർത്തയിലേക്ക്.